തജിക്കിസ്ഥാനിലെ ഹുഷൈക്കാറ്റ് ഗ്രാമത്തിലൂടെ ഗ്രാമീണരെ തേടി നടക്കുകയാണ് ഞാൻ. കുട്ടികൾ ധൈര്യശാലികൾ. അവർ മൺതിട്ടയ്ക്കുമേൽ എന്നെയും ക്യാമറയും ധൈര്യത്തോടെ നോക്കി നിൽക്കുന്നു. നിഷ്കളങ്ക ബാല്യം. പടിപ്പുര കടന്നു വേണം വീടുകൾക്കുള്ളിലേക്ക് പോകാൻ. തെല്ലൊരു പ്രാകൃതാവസ്ഥയിലുള്ള സംവിധാനങ്ങൾ. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൈഡ് ഷഹബാസ് വാഹനത്തിൽ നിന്നിറങ്ങി വന്നു. അദ്ദേഹം ഒരു വീടിന്റെ പടിപ്പുര വാതിൽ തുറന്ന് മുൻപേ നടക്കുകയാണ്. തുരങ്ക സമാനമായ ഒരു ഭാഗം. അതിലൂടെ കുറെ നടക്കണം വീടിനടുത്തേക്കെത്താൻ. പരുക്കൻ തടിക്കഷ്ണങ്ങളും ചുള്ളിക്കമ്പുകളും നിരത്തി അതിന്മേൽ മണ്ണു വിരിച്ചതാണ് പടിപ്പുര തുരങ്കത്തിന്റെ മേൽക്കൂര. കുട്ടികൾ എവിടെ നിന്നൊക്കെയോ എത്തി എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിരന്നു നിൽക്കുന്നു. പടിപ്പുര കടന്ന് ഒരു പുരയിടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പുരയിടത്തിനു ചുറ്റും വീടാണ്. പറമ്പിൽ ചില ഫലവൃക്ഷങ്ങൾ. ഒരു ഷെഡിനകത്ത് ഒരു സ്ത്രീയുണ്ട്. അവരും ക്യാമറയുടെ മുന്നിൽ അധിക നേരം നിന്നില്ല. കുട്ടികളാവട്ടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറുന്നതുമില്ല. മണ്ണു കുഴച്ചു കെട്ടിയ ഭിത്തി. അതിൽ തേച്ചിരിക്കുന്നതും മണ്ണു തന്നെ. ഇതിനടിയിലാണ് കന്നുകാലിക്കൂട്. പല നിലകളിലായാണ് മൺകെട്ടിടം പണിതിരിക്കുന്നത്. ഭൂമിയുടെ നിറവും കെട്ടിടത്തിന്റെ നിറവും ഒന്നിച്ചങ്ങനെ ലയിച്ചു കിടക്കുകയാണ്. അധിക നേരം അവിടെ നിന്നില്ല. ഗൈഡും അമ്പുരാജയും ആ വീടിന്റെ പടിപ്പുര ഇറങ്ങി വന്നു. നേരത്തെ കണ്ട ഗ്രാമീണൻ കൈവീശി യാത്രയാക്കുന്നു. ഹുഷൈക്കാറ്റ് ഗ്രാമത്തിൽ നിന്നും യാത്ര തുടരുകയാണ്. ഹുഷൈക്കാറ്റിലെ എല്ലാ വീടുകളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നൂറ്റാണ്ടുകളായുള്ള ഇവരുടെ കെട്ടിട നിർമ്മാണ രീതിയാണിത്. സറാവ്ഷാൻ നദിയെ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്തു. നിറഞ്ഞൊഴുകുകയാണ് നദി. സറാവ്ഷാൻ കടക്കുന്നതോടെ ഐനി പട്ടണത്തിലേക്ക് വണ്ടിയെത്തുകയായി. ഐനി വലിയൊരു പട്ടണമാണ്. ഈ മേഖലയിലെ ഒരു സാംസ്കാരിക കേന്ദ്രവും ആധുനികമായ ഒരു എയർബേസും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും ഈ പട്ടണത്തിലുണ്ട്. ഖുജന്ത് ദുഷാൻബെ ഹൈവേയിൽ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന പട്ടണമായാണ് ഐനി കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്നും ദുഷാൻബെയിലേക്ക് 135 കിലോമീറ്ററും ഖുജന്തിലേക്ക് 155 കിലോമീറ്ററുമാണ് ദൂരം. 12,000-ലധികം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് ഐനി. തജിക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ കൽക്കരി ഖനികളിലൊന്ന് പ്രവർത്തിക്കുന്നത് ഈ പട്ടണത്തിന്റെ പ്രാന്തഭാഗത്താണ്. സറാവ്ഷാൻ നദിയാണ് ഐനിക്ക് ഐശ്വര്യം പകരുന്നത്. നദിയുടെ ഫലഭൂയിഷ്ടമായ ഡെൽറ്റയിൽ രൂപം കൊണ്ട പട്ടണം. ഐനിക്ക് ചുറ്റുമായി ധാരാളം കൃഷിയിടങ്ങളുണ്ട്. ആപ്രിക്കോട്ടും ആപ്പിളും ഇവിടെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പുകയിലയാണ് മറ്റൊരു പ്രധാന കൃഷി. തജിക്കിസ്ഥാനിൽ തന്നെ പുകയില ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള പ്രദേശവും ഐനി തന്നെ. ഐനി പട്ടണം പിന്നിടുന്നതോടെ ആപ്രിക്കോട്ട് തോട്ടങ്ങളാവുന്നു കാഴ്ച. ആപ്രിക്കോട്ട് പഴുക്കുന്ന സീസണിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പലയിടത്തും വഴിയോരത്ത് ആപ്രിക്കോട്ട് വിൽപ്പനയ്ക്കായി നിരത്തിവെച്ചത് കണ്ടത് അതുകൊണ്ടാണ്. തോട്ടത്തിൽ അങ്ങിങ്ങ് മൺവീടുകൾ. കർഷകരുടെ ഭവനങ്ങൾ തന്നെയാണത്. വലതുവശത്ത് മലഞ്ചെരുവിൽ കാണുന്നതാണ് അല്പം മുൻപ് ഞങ്ങൾ കടന്നുവന്ന ഹുഷൈക്കാറ്റ് ഗ്രാമം. ഹുഷൈക്കാറ്റിനെയും ഐനിയെയും വേർതിരിച്ചുകൊണ്ട് മധ്യത്തിലൂടെ സറാവ്ഷാൻ നദി ഒഴുകുന്നുണ്ട്. ഒരിടത്ത് ആപ്രിക്കോട്ട് പഴം ബക്കറ്റിനുള്ളിൽ നിറച്ച് നിരത്തിവെച്ചിരിക്കുന്നത് കണ്ട് ഞങ്ങൾ വാഹനമൊന്ന് നിർത്തി. ഈ പയ്യനാണ് വിൽപ്പനക്കാരൻ. അവൻ ഒരു പഴം എനിക്ക് രുചിക്കാൻ തന്നു. അവധി ദിനമായതുകൊണ്ട് സ്കൂളിൽ പോകാതെ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവനോട് പേര് ചോദിച്ചു. സെയ്ദി യാക്കോവ്. ഞാനൊരു ബക്കറ്റ് ആപ്രിക്കോട്ട് വാങ്ങി. അത് കണ്ട് ഡ്രൈവർ ഇസ്വാൻ ഡിയറും വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു ബക്കറ്റ് പഴം വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ബക്കറ്റ് പഴം സെയ്ദി യാക്കോവ് പോളിത്തീൻ കൂടിൽ നിറച്ചു തന്നു. അതിനാകെ നമ്മുടെ 200 രൂപയോളമേയുള്ളൂ വില. അവിടെ നിന്നും ആപ്രിക്കോട്ട് തോട്ടങ്ങൾക്ക് സമീപത്തുകൂടി വീണ്ടും യാത്ര. അക്കാണുന്ന മരങ്ങളിലെല്ലാം ആപ്രിക്കോട്ട് പഴുത്തു നിൽക്കുന്നുണ്ട്. ആപ്രിക്കോട്ടിന് പുറത്തെ മാംസളമായ ഭാഗത്തിന് അതീവ രുചിയാണ്. അകത്ത് ഒരു കുരുവുണ്ടാകും. അതാട്ടി എണ്ണയെടുക്കാറുമുണ്ട്.
പുരാതന കാലത്ത് അർമേനിയയിലാണ് ആപ്രിക്കോട്ട് കൃഷി ആരംഭിച്ചതെന്നാണ് ചരിത്രം. 3000 വർഷം മുൻപ് തന്നെ ഇന്ത്യയിൽ ഹിമാലയൻ മേഖലയിൽ ആപ്രിക്കോട്ട് കൃഷി ഉണ്ടായിരുന്നു. സെറാവിഷാന്റെ ഓരം ചേർന്ന് മലഞ്ചെരുവുകളിലൂടെയാണ് യാത്ര. ഇസ്കാദാർ എന്നു പേരുള്ള ഒരു ഗ്രാമമാണ് അകലെ കാണുന്നത്. മലയുടെ അടിവാരത്ത് പച്ചപ്പുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ. ഇതാണ് ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത. നദിയുടെ തിട്ടയിലെ ഒരു സമതലമാകാം അത്. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് ആദ്യകാലം മുതൽ ഇവിടെ ആളുകൾ വസിച്ചു വരുന്നതെന്ന് ഭൂപ്രകൃതിയുടെ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകുന്നു. പല തട്ടുകളിലായാണ് ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ. മനോഹരമായ കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വിശാലമായ ഒരു പ്രദേശത്തെയൊന്നും ഇങ്ങനെയൊരു ഫ്രെയിമിൽ ഉൾപ്പെടുത്താനാവില്ല. ചിതൽപുറ്റുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ ചെറിയ കൂനകളൊന്നുമല്ല, വലിയ ഉയരമുള്ള കുന്നുകൾ തന്നെ. തുർക്കിയിലെ കപ്പഡോക്കിയ മേഖലയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട സവിശേഷമായ ഫെയറി ചിമ്മിനികളുടെ ഓർമ്മകളാണ് ഈ കാഴ്ച എന്നിൽ ഉണർത്തുന്നത്. ഇസ്കാദാർ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് മുഴുവൻ അത്തരം കുന്നുകളാണ്. ഇസ്കാദാർ ഗ്രാമത്തെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം താഴെ കാണാം. അതല്ലാതെ ഹുഷൈക്കാറ്റിൽ നിന്നും ഇസ്കാദാറിലേക്ക് വരാവുന്ന മറ്റൊരു പാതയുമുണ്ട്. ഇവിടെ വെച്ച് വാഹനം സെറാവിഷാൻ നദിയെ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യുകയാണ്. കലങ്ങിയടിച്ചൊഴുകുകയാണ് നദി. അല്പം കഴിഞ്ഞതോടെ വീണ്ടും ചാറ്റൽ മഴ തുടങ്ങി. മഴ പെയ്താൽ എന്റെ ചിത്രീകരണമാകെ പ്രതിസന്ധിയിലാവും. വാഹനത്തിന്റെ വൈപ്പർ ആകട്ടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമില്ല. ദാർദാർ എന്നൊരു ഗ്രാമമാണിത്. ഗ്രാമമെന്നാണ് ഔദ്യോഗിക വിശേഷണമെങ്കിലും ചെറിയൊരു പട്ടണം തന്നെയാണിത്. 6500 ആളുകൾ വസിക്കുന്നുണ്ട് ദാർദാറിൽ. തജിക്കിസ്ഥാനിലെ നൂറുകണക്കായ പർവ്വത ഗ്രാമങ്ങളിൽ ഒന്നാണെന്ന് പറയാമെങ്കിലും ദാർദാറിന് ദേശീയ പ്രാധാന്യമുണ്ട്. ഗ്രാമത്തിലൊരിടത്ത് ഞങ്ങൾ വാഹനം നിർത്തി. വഴിയോരത്ത് തടയിൽ നിർമ്മിച്ച ഒരു കെട്ടിടം കണ്ടാണ് ഇറങ്ങിയത്. വ്യത്യസ്ത രീതിയിലുള്ള മരക്കെട്ടിടം കണ്ട് ഞാൻ ഇസ്വാനോട് കാർ നിർത്താൻ പറയുകയായിരുന്നു. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ധാരാളം ചിത്രപ്പണികളോട് കൂടിയ ഒരു മോസ്ക് 1858 നിർമ്മിച്ചതാണ്. തജിക്കിസ്ഥാനിലെ പരമ്പരാഗത മോസ്ക് നിർമ്മാണ ശൈലിയുടെ ഏറ്റവും നല്ല മാതൃകയാണിത്. മോസ്കിനു ചുറ്റുമുള്ള വേലിക്കെട്ടും പടിയും മറ്റുമെല്ലാം തടികൊണ്ട് പണിതതു തന്നെ. 19-ാം നൂറ്റാണ്ടിലെ തജിക് തച്ചന്മാർ പണിത കെട്ടിടം ഇന്ന് തെല്ലൊരു ജീർണാവസ്ഥയിലാണ്. സോവിയറ്റ് കാലത്ത് ഇതിന്റെയൊക്കെ ചരിത്ര പ്രാധാന്യം അവഗണിക്കപ്പെട്ടതാണ് തജിക്കിസ്ഥാനിലെ ഇത്തരം നിർമ്മിതികളെല്ലാം ജീർണിച്ചു പോകാൻ ഒരു കാരണം. 1.5 നൂറ്റാണ്ട് മുൻപ് തജിക്കിസ്ഥാനിലുണ്ടായിരുന്ന മോസ്കുകളിൽ മിക്കതും ഈ വിധമുള്ളതായിരുന്നു. ഞാൻ മോസ്കിന്റെ അകത്തേക്കു കയറി. ഒരു ഭാഗത്ത് മിറാബ്. സോവിയറ്റ് ആധിപത്യം വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പള്ളികൾ തജിക്കിസ്ഥാനിലെ മിക്ക ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. മോസ്കുകളിലെ ആരാധനാ സ്വാതന്ത്ര്യം വിലക്കപ്പെട്ടതോടെ അവ മിക്കതും ജീർണിച്ചു പോവുകയാണുണ്ടായത്. ഈ മോസ്ക് തന്നെ ഇങ്ങനെ മുട്ടുകൊടുത്താണ് നിലനിർത്തിയിരിക്കുന്നത്. ഒരു ഗ്രാമീണൻ 1.5 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മോസ്കിന്റെ ചരിത്രം പറഞ്ഞു തന്നു. ഞങ്ങൾ ദാർദാർ മോസ്കിൽ നിന്നും ഇറങ്ങി. യാത്ര തുടരണം. അതിനു മുൻപ് ഗ്രാമത്തിലൂടെ ഒന്ന് നടക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു സാധാരണ തജിക് ഗ്രാമം. ടൂറിസം രംഗത്തൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത ഗ്രാമം. പച്ചക്കറിയും തണ്ണിമത്തനും മറ്റും വിൽക്കുന്ന കടകൾ. പെരുന്നാൾ ദിനമാണെങ്കിലും കടകൾ മിക്കതും തുറന്നിരിക്കുന്നു. റോഡിന്റെ മറുവശത്ത് ഒരു ഇരുനില മന്ദിരമുണ്ട്. ഇവിടുത്തെ ഒരു വിദ്യാലയമാണത്. ഈ മേഖലയിൽ ഐനി കഴിഞ്ഞാൽ പ്രമുഖമായ വിദ്യാലയമുള്ളത് ഇവിടെ ദാർദാറിലാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. വലിയൊരു ഗ്രാമമാണ് ദാർദാർ എന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നുണ്ട്. ചുറ്റുമുള്ള കാർഷിക പ്രദേശങ്ങളിലെ ആളുകൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുമെല്ലാം വരിക ഈ അങ്ങാടിയിലേക്കാണ്. വലിയ വൃത്തിയോ ഭംഗിയോ ഇല്ലാത്ത ചെറുപട്ടണ ഭാഗം. ആളുകൾ പാതയോരത്ത് തോന്നും വിധം കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. പശ്ചാത്തലത്തിൽ വരണ്ട മലകളാണെങ്കിലും ഗ്രാമത്തിനാകെ ഒരു പച്ചപ്പുണ്ട്.
നിയതമായ ഒരു കെട്ടിട നിർമ്മാണ ശൈലിയില്ല എന്നതാണ് ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒരു നൂറ്റാണ്ട് മുൻപ് വരെയും അത്തരം നിർമ്മാണ പാരമ്പര്യമുണ്ടായിരുന്ന നാടുതന്നെയാണിത്. സോവിയറ്റ് നാളുകളിൽ അതിനെല്ലാം മാറ്റം വന്നു. ദാർ പിന്നിലായി കഴിഞ്ഞു. ഇനി കുറേ ദൂരം ഇങ്ങനെ വലിയ മലകളുടെ ചെരുവിലൂടെ നിർമ്മിച്ച പാതയിലൂടെയാവുന്നു യാത്ര. ഐനിയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണിത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ചൈനീസ് ഗവൺമെന്റും ഇറാനുമെല്ലാം ഈ ഹൈവേയുടെ നിർമ്മാണത്തിനായി വലിയ തുകകൾ തജിക്കിസ്ഥാന് നൽകിയിട്ടുണ്ട്. ഒരേതരം ഭൂപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ. എന്റെ സഹയാത്രികർക്ക് ഇത് തെല്ലൊരു വിരസമായ ദീർഘയാത്രയാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നവ്ദോനാക് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറിയൊരു ടൗണും അതിനു ചുറ്റുമുള്ള കാർഷിക പ്രദേശങ്ങളും ചേർന്നതാണ് നവ്ദോനാക്. നുറോബോദ് എന്ന ജില്ലയുടെ ഭാഗമാണിത്. 7400 പേർ നവ്ദോനാക്കിൽ വസിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി ഗ്രാമങ്ങൾ സെറാവ്ഷാൻ നദിയുടെ തീരത്തുണ്ട്. ഈ പർവ്വത പ്രദേശത്തെ കാർഷിക ഗ്രാമങ്ങൾ മിക്കതും രൂപപ്പെട്ടിരിക്കുന്നത് ആ നദിക്കരയിലാണ്. ഫലഭൂയിഷ്ടിയുള്ള മണ്ണും ജലസേചന സൗകര്യവുമെല്ലാമാകാം ആദിമകാലം മുതൽ സെറാവ്ഷാന്റെ കരയിൽ ജനവാസ കേന്ദ്രങ്ങൾ രൂപപ്പെടാനുള്ള കാരണം. നദീതീരത്തുകൂടിയുള്ള ഈ പാതയുടെ നവീകരണം 2006-ലാണ് ആരംഭിച്ചത്. ചൈനയിലെ റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷനും ജർമ്മനിയിലെ കോക്സ് കൺസൾട്ടുമാണ് ഇതിനായി സാങ്കേതിക സഹായം ലഭ്യമാക്കിയ വിദേശ കമ്പനികൾ. ഐനി പഞ്ചഗേന്ദ് ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ട് എന്നറിയപ്പെടുന്ന പദ്ധതിക്കായി ഫണ്ട് ലഭ്യമാക്കിയത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ്. വിവിധ രാജ്യങ്ങളുടെയും ഏജൻസികളുടെയും സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും തജിക്കിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടക്കുന്നത്. ഇപ്പോഴും ഒട്ടൊരു ദരിദ്രാവസ്ഥയിലാണ് ഈ രാജ്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1.5 ദശകങ്ങളിൽ സാമ്പത്തിക രംഗത്ത് ഏറെ പിന്നോക്കം പോയ മധ്യേഷ്യൻ രാജ്യമെന്ന വിശേഷണമാണ് തജിക്കിസ്ഥാനുള്ളത്. ഭരണരംഗത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമെല്ലാം അതിന്റെ കാരണങ്ങളാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് 1 വർഷമായപ്പോഴേക്കും തജിക്കിസ്ഥാനിൽ രൂക്ഷമായ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. രാജ്യത്തെ ഭിന്നഗോത്രങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി നടത്തിയ വടംവലിയാണ് യുദ്ധത്തിൽ കലാശിച്ചത്. തജിക്കിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന റഹ്മാൻ നബിയേവ് ആയിരുന്നു അക്കാലത്ത് രാജ്യത്തിന്റെ പ്രസിഡന്റ്. വെഷ്കന്ത് എന്ന ഗ്രാമമാണ് മുന്നിൽ കാണുന്നത്. ഇവിടെയും ആപ്രിക്കോട്ടിന്റെ വലിയ തോട്ടങ്ങളാണ് പ്രധാന കാഴ്ച. 4000 ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് വെഷ്കന്ത്. എന്നാൽ പാതയോരത്തോ തോട്ടങ്ങളിലോ അധികം ആളുകളെ കാണുന്നില്ലെന്നതാണ് ഇത്തരം ഗ്രാമങ്ങളിലെല്ലാമുള്ള പ്രത്യേകത. മലഞ്ചെരുവിലാണ് പഴത്തോട്ടങ്ങൾ. പരന്ന ഭൂമിയിൽ പരുത്തിയും പയർവർഗ്ഗങ്ങളും ഗോതമ്പുമെല്ലാം കൃഷി ചെയ്യുന്നു. ഗോതമ്പ് വയലുകൾ വിളഞ്ഞു നിൽക്കുന്നത് ഒരു കാഴ്ച. വെഷ്കന്ത് ഗ്രാമത്തിനകത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ചിലയിടത്ത് ഗോതമ്പ് കൊയ്തിട്ടിരിക്കുന്നു. ഇത്തരം ചെറിയ വയലുകളിൽ യന്ത്രം കൊണ്ടുള്ള കൊയ്ത്തും മെതിയുമൊന്നുമില്ല. കർഷകർ അരിവാളുകൊണ്ട് കൊയ്ത് വയലിൽ അങ്ങിങ്ങ് കറ്റയടുക്കി വെച്ചിരിക്കുന്നു. മൺവീടുകളാണ് ഗ്രാമങ്ങളിലെല്ലാം. അപൂർവം ചിലത് മാത്രം സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. ശാന്തമായ ഗ്രാമങ്ങൾ. മുന്നിൽ സെറാവ്ഷാനു കുറുകെ മറ്റൊരു പാലം. സെറാവ്ഷാൻ നദിയുടെ ഇരുകരകളിലൂടെയും മാറി മാറി വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലെ ഓരോ ഗ്രാമത്തെയും തഴുകി ഒഴുകുകയാണ് സെറാവ്ഷാൻ. ഇപ്പോൾ വാഹനം ഉർമിത്താൻ എന്ന ടൗണിലേക്കെത്തുന്നു. ഉർമിത്താൻ ജില്ലയുടെ ആസ്ഥാനം കൂടിയായ ചെറുപട്ടണം. നദിയുടെ മറുകരയിലാണ് ഉർമിത്താൻ പട്ടണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന കരയിലാവട്ടെ ഗോതമ്പ് വയലുകളാണ് കാഴ്ച. ഇവിടമെല്ലാം ഇങ്ങനെ വിജനമായി കാണുന്നുണ്ടെങ്കിലും ഉർമിത്താൻ സാമാന്യം വലിയൊരു പട്ടണമാണ്. 14,500 ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. സെറാവ്ഷാനിലേക്ക് ചെന്നു ചേരുന്ന ഒരു ചെറിയ അരുവിക്കു കുറുകെയുള്ള പാലം കടന്ന് മലഞ്ചെരുവിലൂടെ യാത്ര.
പാതയിൽ അധികം വാഹനങ്ങളില്ല. അല്പം മൂടിക്കെട്ടിയതാണെങ്കിലും നല്ല അന്തരീക്ഷം. പർവ്വതപാതകളിലൂടെയുള്ള ഈ യാത്ര രസകരമാണ്. ഉർമിത്താൻ പട്ടണത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്താൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ ഉർമിത്താൻ പട്ടണം വ്യക്തമായി കാണാം. നദിക്കക്കരെയാണത്. വരണ്ട മലകൾക്കിടയിൽ പച്ചപ്പിന്റെ വലിയൊരു പ്രദേശം. ഉർമിത്താന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പിൻസീറ്റിലിരിക്കുന്ന ഷഹബാസിനോട് ചോദിച്ചു. അയാൾ ചിരിയോടെ പറഞ്ഞത് തജിക്കിസ്ഥാനിൽ ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളുള്ള പട്ടണം അതാണെന്നാണ്. ഏതൊരു തജിക് യുവാവും ഉർമിത്താനിൽ നിന്നും ഒരു പെണ്ണിനെ വേൽക്കാനാണ് ആഗ്രഹിക്കുന്നതത്രേ. താൻ തമാശ പറയുകയല്ലെന്ന് ഷഹബാസ് അടിവരയിടുകയും ചെയ്തു. പാതയോരത്ത് ഗോതമ്പ് പാടങ്ങൾ. ഈ പാടങ്ങളെയും ഉർമിത്താൻ പട്ടണത്തെയും പകുത്തുകൊണ്ടാണ് സെറാവ്ഷാൻ നദി ഒഴുകുന്നത്. ഈ വഴി ഇങ്ങനെ 2 കിലോമീറ്റർ പോയി നദി കടന്നു വേണം ഉർമിത്താനിലെത്താൻ. തജിക്കിസ്ഥാനിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഉർമിത്താൻ. അതിന്റെ ആസ്ഥാനമെന്ന നിലയിൽ ഉർമിത്താൻ പട്ടണവും വിപുലമാണ്. തജിക്കിസ്ഥാന്റെ ചരിത്രത്തിൽ ഉർമിത്താന് പ്രാധാന്യമാർന്നൊരു സ്ഥാനമുണ്ട്. 7-8 നൂറ്റാണ്ടുകളിൽ സൊറാഷ്ട്രിയൻ മതവിശ്വാസികളായ ഗോത്രവർഗക്കാരുടെ ഒരു ശക്തികേന്ദ്രമായിരുന്നു ഉർമിത്താൻ. തജിക്കിസ്ഥാൻ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് പടനയിച്ചെത്തിയ അറബികളുമായി ഉർമിത്താനിലെ ഗോത്രസൈന്യം ഏറ്റുമുട്ടി. ദിവസങ്ങൾ നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ അറബികൾ ഗോത്രസൈന്യത്തെ കീഴ്പ്പെടുത്തി. അവർ ആ പ്രദേശം അധീനതയിലാക്കുകയും ചെയ്തു. ഈ മേഖലയിൽ സൊറാഷ്ട്രിയൻ മതവിശ്വാസം മങ്ങുന്നതും ഇസ്ലാം മതം വ്യാപിക്കുന്നതും അക്കാലത്താണ്. ഉർമിത്താന്റെ കൃഷിയിടങ്ങളാണ് മലഞ്ചെരുവിൽ അക്കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പാടങ്ങളുടെ വിസ്തൃതി മനസ്സിലാകണമെന്നില്ല. 100 കണക്കിന് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് ഇവിടെയെല്ലാം ഓരോ ഗ്രാമത്തോടും അനുബന്ധിച്ചുള്ളത്. ഇരുവശങ്ങളിലുമുള്ള മലകൾ വളരെ ദുർബലമാകയാൽ സെറാവ്ഷാനിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ കലങ്ങിയാണ് കാണപ്പെടുക. താഴെ മലകൾക്കിടയിലൂടെ തന്റേതായ വീഥി വെട്ടി ഒരുക്കിയെന്നോണം ഒഴുകുന്ന നദി. സെറാവ്ഷാൻ എന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്വർണം വിതിർന്നവൾ എന്നാണ്. പണ്ട് തീരത്ത് സ്വർണത്തരികൾ അടിഞ്ഞിരുന്നതുകൊണ്ടാണ് നദിക്ക് സെറാവ്ഷാൻ എന്ന പേര് ലഭിച്ചതെന്നാണ് ചരിത്രം. ഇക്കാണുന്ന മലനിരകളിലൊന്നും കാഠിന്യമാർന്ന പാറക്കെട്ടുകളില്ല. വിവിധ ധാതുക്കൾ അടങ്ങിയ മണ്ണിന്റെ മലകളാണ്. അതുകൊണ്ട് തന്നെ മലകളുടെ ഓരങ്ങളെ അലിയിച്ചുകൊണ്ടാണ് സെറാവ്ഷാൻ ഒഴുകുന്നത്. അങ്ങനെ മണ്ണിനെ അലിയിക്കുമ്പോൾ പല ലോഹങ്ങളും അടങ്ങിയ തരികൾ നദിയുടെ ഇരുതീരങ്ങളിലും അടിഞ്ഞുകൂടുന്നു. ഒരു കാലത്ത് കടലിനടിയിലായിരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇൻഡോ ആസ്ട്രേലിയൻ ഭൂപലകത്തിന്റെയും യൂറേഷ്യൻ ഭൂപലകത്തിന്റെയും കൂട്ടിയിടിയെ തുടർന്ന് ഉയർന്നു വന്നതാണ് ഇവിടമെല്ലാം. ഹിമാലയം രൂപപ്പെട്ട അതേ കാലത്തു തന്നെയാണ് ഈ പർവ്വതനിരകളും രൂപം കൊണ്ടതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഭൂമിയിലെ മറ്റു പല പർവ്വതനിരകളെയും അപേക്ഷിച്ച് പ്രായം വളരെ കുറവാണ് ഗിസാർ പാമീർ പർവ്വതനിരകൾക്ക്. കുത്തിയൊഴുകുകയാണ് സെറാവ്ഷാൻ. വേനൽ ചൂടിൽ പർവ്വതങ്ങളിലെ മഞ്ഞൊരുകുന്നതുകൊണ്ടുള്ള കുത്തൊഴുക്കാണിത്. സെറാവ്ഷാനിൽ ഏറ്റവും വെള്ളമുള്ള സീസണും ഇതുതന്നെ. മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകുന്നതുകൊണ്ടാണ് തീരത്ത് മൺശില്പങ്ങൾ പോലെ ചില ഭാഗങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. വയലിൽ നിന്നും പുല്ലുകെട്ടുകളും മുതുകിലേറ്റി നീങ്ങുന്ന കഴുതുകളാണ് വഴിയിലെ ഒരു കാഴ്ച. തന്റെ പുറത്തിരിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ കഴുത അനായാസം പോകുന്നു. ഇവിടെയുള്ള പർവ്വത ഗ്രാമങ്ങളിലെല്ലാം ഭാരം കൊണ്ടുപോകുന്നതിന് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് കഴുതകളെയാണ്. മിക്ക കർഷക ഭവനങ്ങളിലും 1-2 കഴുതകൾ ഉണ്ടാവും. ഗ്രാമത്തിൽ നിന്നും ഏറെ അകലെയായിരിക്കും കൃഷിയിടം എന്നതിനാൽ ചരക്ക് നീക്കത്തിനും യാത്രയ്ക്കും അവ കൂടിയേ കഴിയൂ. ഇപ്പോൾ വാഹനം യോട്ട എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗിസാർ പർവ്വത പ്രദേശത്തെ നിരവധിയായ കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ് യോട്ട. വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഗ്രാമം. ഏറെ സൗകര്യങ്ങളുള്ള ഗ്രാമങ്ങളല്ല ഇതൊന്നും. ഇത്തരം ഗ്രാമങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിനോ ആതുരാലയങ്ങളിലേക്കോ പോകണമെങ്കിൽ 10-20 കിലോമീറ്ററുകൾ തന്നെ സഞ്ചരിക്കണം. പൊതുഗതാഗത സംവിധാനങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും സോവിയറ്റ് കാലത്തെ ഒരു പഴഞ്ചൻ കാറുണ്ടാവും. റഷ്യയിൽ നിന്നും മറ്റുമെത്തുന്ന ഉപയോഗ കാലാവധി കഴിഞ്ഞ കാറുകളായിരിക്കും അത്.
ഓരോ ഗ്രാമത്തിലും ഒരു നാട്ടുവൈദ്യനെങ്കിലും ഉണ്ടാവുമെന്നതാണ് തജിക് പർവ്വത ഗ്രാമങ്ങളുടെ മറ്റൊരു പ്രത്യേകത. പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് അവരുടേത്. സോവിയറ്റ് നാളുകളിൽ ആഭിചാരക്കാരും മന്ത്രവാദികളുമൊന്നും വെളിച്ചത്ത് വരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരെല്ലാം ഗ്രാമങ്ങളിൽ സജീവമാണ്. പലയിടത്തും നദി വളരെ താഴെക്കൂടിയാണ് ഒഴുകുന്നത്. തജിക്കിസ്ഥാന്റെ വ്യത്യസ്തമായ ഗ്രാമക്കാഴ്ചകൾ തേടി ഞാൻ സഞ്ചാരം തുടർന്നു.